Good morning, all. Good morning. Welcome. Happy New Year. നമ്മള് എന്താ പറയാ റിവിഷനും കൂടി പറഞ്ഞത് കൊണ്ടാണോ എല്ലാവരും കേറാനായിട്ട് പഠിക്കുന്നത്? കുറച്ചു ഭാഗം നമുക്ക് ആ ക്ലാസ് എടുത്ത് തുടങ്ങാം. അപ്പോഴേക്കും എല്ലാവരും കേറുമ്പോൾ നമുക്ക് അല്ലെ റിവിഷൻ നോക്കാം അല്ലെ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ കുറച്ചു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള കുറച്ചു ഭാഗത്തേക്ക് പോകാം. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. നമ്മുടെ ലാസ്റ്റ് പോർഷൻ അല്ലെ ആ ഭാഗത്തേക്കാണ്. Process of a collective bargaining അല്ലെ. വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രോസസ് കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ എന്തൊക്കെയാണ് പറയാനെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ യൂണിയനുകൾ തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാവും. ഒരു ഓർഗനൈസേഷനിൽ തന്നെ ചിലപ്പോൾ ഒരു യൂണിയനായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതായത് അവിടെ പ്രവർത്തിച്ച് പോകുന്നത്. ചിലപ്പോൾ ഒന്നിലധികം യൂണിയനുകൾ അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം അല്ലെ. എന്ത് തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് തന്നെ ആ ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകേണ്ടതുണ്ടാവും. ഇൻ കേസ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ഒരു വർക്കിംഗ് പ്രോഗ്രസ് അല്ലെ, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ് അതിന് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഇതും അല്ലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, there are two kind of environmental factors that influences the process. Firstly, the type of bargaining structure that is present between union and company. നമ്മള് പ്രധാനമായിട്ടും ബാർഗെയിനിങ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിയനെ കുറിച്ചിട്ട് പഠിക്കുന്നത് അല്ലെ. ബാർഗെയിനിങ് എന്ന പ്രോസസ് എന്താണ്? അതായത് എംപ്ലോയിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇൻ കേസ് സാലറി ആവാം, ഇൻ കേസ് വർക്കിംഗ് കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ എംപ്ലോയിയുടെ ഇതായിട്ടുള്ള എന്തെങ്കിലും റൈറ്റ്സ് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ തൊഴിലുടമയായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്, വിലപേശുന്ന ഒരു പ്രോസസ്സാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് അല്ലെ, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു കമ്പനിയിലും എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിയൻ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആ യൂണിയൻ ഒന്നില്ലെങ്കിലും അല്ലെ ഒരു യൂണിയൻ ആയിരിക്കാം, സിംഗിൾ യൂണിയൻ അല്ലെ, കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ, അതല്ലെങ്കിൽ വേരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ അല്ലെ. വ്യത്യസ്ത കമ്പനികളിൽ എന്താണ് ഒരു സിംഗിൾ യൂണിയൻ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. വേരിയസ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി, അതായത് വ്യത്യസ്ത യൂണിയനുകൾ എന്താണ് ഒരു സിംഗിൾ കമ്പനി ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്നു. വേരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് ഈച്ച് അതർ. നമുക്കറിയാം പരസ്പരം ഒന്നും തന്നെയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിയനുകളുമുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും ഒരു ഓർഗനൈസേഷന്റെ അല്ലെ നമ്മളിപ്പോ ഒരു ഏതൊരു ഫേം ആണെങ്കിലും അവിടെ എന്താണോ യൂണിയനുകളൊക്കെ ഏത് തരത്തിലുള്ളതാണോ അതനുസരിച്ചിട്ടാണ് അവിടെയുള്ള എംപ്ലോയീസ് അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതൊക്കെ വോളണ്ടറി ആണെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പൊ സ്വമേധയാ അവര് ചേരുന്നതാണ്.
അത് പല കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അതിൽ അംഗത്വം സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. റീസൺസിലൊക്കെ അത് പഠിച്ചില്ലേ? എന്തൊക്കെ കാരണം കൊണ്ടാണ് എംപ്ലോയി യൂണിയനിൽ അംഗത്വം സ്വീകരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു നോക്കിയോ? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? മറന്നുപോയാ? വീണ്ടും പറയേണ്ടതുണ്ടോ? റീസൺസ് മറന്നുപോയോ? ടീച്ചേഴ്സിന് ശേഷമാണ് അല്ലെ? സിറ്റീസ്, ഇമ്പോർട്ടൻസ്, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. ട്രേഡ് യൂണിയന്റെ ഫീച്ചേഴ്സിന്റെ അല്ലെ? നമ്മളിപ്പോ ഡിവിഷൻ പറഞ്ഞതില് പ്രധാനമായിട്ടും പറഞ്ഞതാണ് ട്രേഡ് യൂണിയൻ. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ട്രേഡ് യൂണിയനിൽ നമ്മൾ കണ്ടതാണ് വാട്ട് റീസൺസ് ഫോർ ജോയിൻ ടു എംപ്ലോയി. വ്യത്യസ്ത യൂണിയനിൽ ഈ പറഞ്ഞ എംപ്ലോയീസ് അവിടെ അംഗത്വം സ്വീകരിക്കാനുള്ള റീസൺസിനെ കുറിച്ചിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇല്ലേ? റിവിഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ട വരുന്ന തോന്നണേ. ട്രേഡ് യൂണിയനിൽ അവിടെ പറയുന്നുണ്ട് റീസൺസ് ഫോർ എംപ്ലോയി ടു ജോയിൻ ട്രേഡ് യൂണിയൻ. നമ്മളിത് പറയാൻ കാരണം എന്തുകൊണ്ടാ? ഒരു കമ്പനിയിൽ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള അതിലേക്ക് വരുന്നപ്പോഴാണ് അല്ലെ? അവിടെ യൂണിയനുകൾ, ഒന്നിലധികം യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരു യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ, മറ്റൊന്നിനോട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിയനുകളൊക്കെ ഉണ്ടാവും. എന്തായാലും വോളണ്ടറി ആയിട്ട് എംപ്ലോയി ആ യൂണിയനിൽ അംഗത്വം സ്വീകരിക്കാൻ കാരണമുണ്ട്. അവരെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ ഏത് തരത്തിലുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അതിന്റെ റീസൺസിൽ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു, ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ. ഇപ്പോ റിവിഷനിലേക്ക് തന്നെ പോകേണ്ട വരുന്നത് തോന്നുന്നത്. അപ്പൊ ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ തീർച്ചയായിട്ടും പറഞ്ഞത് എന്താണ്? നമുക്ക് അല്ലെ അവിടെ ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അത് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ? അതായത് യൂണിയനിലെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ തൊഴിലുടമയിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ശരിയല്ലേ? ഇതിന് മൊത്തം ഡിസ്ക്രൈബ് ചെയ്യണോ? ശരിയല്ലേ? വിവരിച്ചു പോണോ? പറയേ, റിപ്ലൈ പറയേ. ഒന്നുകൂടി എടുത്തു പോണോ? ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ എന്തൊക്കെ കാരണം കൊണ്ടാണ് ട്രേഡ് യൂണിയനിൽ അംഗത്വം സ്വീകരിക്കേണ്ടത്? അത് എന്തുകൊണ്ടൊക്കെയാണ്? അതിൽ ഇൻക്രീസിങ് ബാർഗൈനിങ് പവർ അല്ലെ, അവർക്ക് ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള പവർ, അവർക്ക് സ്ട്രെങ്ത് കൂടുതലായിട്ട് വരുന്നു അല്ലെ. വീണ്ടും എന്താണ്? മിനിമൽ ഡിസ്ക്രിമിനേഷൻ. ഇൻക്രീസിങ് ബാർഗൈനിങ് പവർ ഓക്കെ അല്ലേ? അതായത് it is a well-known fact that an individual employee has a very little power to negotiation in comparison to his employers. തൊഴിലുടമയുടെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ട് എംപ്ലോയീസിന് ഒറ്റയ്ക്ക് ബാർഗൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. And if an employee is dissatisfied with the terms and conditions of the job, which means salary and working hours, he may leave the job. Okay. അപ്പോ ഇങ്ങനെ ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള ശേഷി ഇല്ലാതെ വരുമ്പോൾ ഇൻ കേസ് അവരുടെ ജോബിന്റെ കണ്ടീഷൻസ് അല്ലെ, അവരുടെ ചിലപ്പോൾ ആണെങ്കിൽ അവർ വിചാരിച്ച സാലറി അല്ല, അല്ലെങ്കിൽ ഇൻ കേസ് അവരെ കൊണ്ട് ഓവർ ഡ്യൂട്ടി ഒക്കെ ചെയ്യിക്കുമ്പോൾ അവർക്ക് അധികം സാലറി കൊടുക്കുന്നില്ല. വർക്കിംഗ് അവേഴ്സ് അല്ലെ, അവേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവേഴ്സ് കൂട്ടിയാലും അതിനനുസരിച്ചുള്ള സാലറി ഒന്നും കൂട്ടി കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്താണ്, അവർക്ക് ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് കുറയുമ്പോൾ എന്ത് ചെയ്യും? അവര് ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശ്രമിക്കും, മറ്റൊരു ജോലി തേടി പോകാനായിട്ട് അവര് ശ്രമിക്കും അല്ലെ. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ എംപ്ലോയി ടു സ്വിച്ച് ജോബ് റിപ്പീറ്റഡ്ലി ഡ്യൂ ടു ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് കമ്പനി. ഓക്കെ, അവര് എന്താണ് ആ ഒരു കമ്പനിയെ തന്നെ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് പോകാനായിട്ട് അവർ ആഗ്രഹിക്കില്ല, അവര് അതിൽ നിന്ന് ലീവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ഫിനാൻഷ്യലി ഒരു അവർക്ക് ഇമോഷണലി അവർക്ക് വൈകാരികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ദ ബെറ്റർ ഓപ്ഷൻ ഫോർ ഹിം ഈസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ അല്ലെ. യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ എന്താണ് ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് അവരെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ട്
കൃത്യമായിട്ടുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തയ്യാറാവും. വീണ്ടും നമുക്കറിയാം മിനിമൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷനിൽ പറയുന്നത്? മറന്നുപോയ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ്? അതായത് കമ്പനിയിൽ വ്യത്യസ്ത ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നവര് ചിലപ്പോൾ വേണമെങ്കിൽ അവര് ചില സ്റ്റാഫുകളോടൊക്കെ ഒരു വേർതിരിവ് കാണിക്കാം, അല്ലെ? ഇൻ കേസ് പ്രൊമോഷൻ സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടൊക്കെ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, അധികമായിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില സ്റ്റാഫുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ചിലത് കൊടുക്കാനായിട്ട് തയ്യാറാകും. സോ അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം ആ വേർതിരിവ്, അല്ലെ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും, അല്ലെ? നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് ഇത്രയും പ്രൊമോഷൻ സാധ്യതകൾ വന്നിട്ട് എനിക്ക് ലഭ്യമായില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും, അല്ലെ, ഇത്രയും ഓവർ ടൈം ഒക്കെ ചെയ്തതിന് അനുസരിച്ചിട്ടുള്ള പാരിതോഷികങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെ? അപ്പൊ ആ വേർതിരിവുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടും യൂണിയന്റെ സപ്പോർട്ട് കൊണ്ട് സാധിക്കും. സോ ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ചില യൂണിയനുകളിൽ, വ്യത്യസ്ത യൂണിയനുകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഏത് തരത്തിലുള്ള യൂണിയനുകളിലാണ് ഇത്രയും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ശേഷി കൂടുതലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും സ്വമേധയാ അവര്, അല്ലെ, എംപ്ലോയീസ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? വായിച്ചോരൊന്നും പറയേണ്ട കാര്യമുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക്, അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എംപ്ലോയി ജോയിന്റ് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് സെവർ വർക്ക് പ്ലേസ് ഹസാർഡ്സ് ആസ് വെൽ ആസ് ഇഷ്യൂസ് റിലേറ്റഡ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, അല്ലെ? ഇൻ കേസ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ വർക്കിംഗ് കണ്ടീഷനിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അത് ഒറ്റയ്ക്ക് നിന്ന് എംപ്ലോയറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം അവിടെ, അല്ലെ, വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ അവർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ നമുക്കറിയാം എംപ്ലോയർ തന്നെ തയ്യാറായില്ലെങ്കിൽ തന്നെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെന്ന്, അല്ലെ, എംപ്ലോയിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ട് കൊണ്ട് സാധിക്കും. എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്? എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? ഓക്കെ, ചില യൂണിയനുകളൊക്കെ നമുക്കറിയാം അവിടെ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് കേസ് എന്തെങ്കിലും ഡിസിഷൻസ്, അല്ലെ, കമ്പനിയുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണമെന്ന് അവര് വശീകരിക്കും, അല്ലെ? അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? വർക്കേഴ്സിന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വർക്കേഴ്സിന് വർക്ക് ചെയ്തിട്ട് തന്നെ, അല്ലെ, അവിടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടാവില്ല, അല്ലെ? തന്ത്രപരമായിട്ടുള്ള ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്താണ് എംപ്ലോയീസിനെ കൂടെ ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ലഭ്യമാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് എംപ്ലോയീസ് ഈ ഒരു യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. പിയർ പ്രഷർ ആൻഡ് റെസ്പെക്ട്. ചിലപ്പോ നമുക്കറിയാം, അല്ലെ, സംതിങ് നമുക്കാണെങ്കിൽ സംടൈംസ് എംപ്ലോയി ജോയിൻ അണ്ടർ പിയർ പ്രഷർ ആൻഡ് ഇഫ് ഹി ഡസ് നോട്ട് ഡു ഹി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡു ഹിസ് റൂട്ടീൻ വർക്ക്. അതായത് ചിലപ്പോ നമ്മുടെ വർക്കുകൾ, അല്ലെ, സ്വമേധയാ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാതെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴും പ്രശ്നമാണ്, അല്ലെ? ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ റൂട്ടീൻ ഡ്യൂട്ടികളിലേക്ക് അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു എയിം അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ ആ ഒരു ലക്ഷ്യം നമുക്കറിയാം, അത് നേടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും യൂണിയനിൽ അംഗത്വം സ്വീകരിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അത് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ അറിയാം, അല്ലെ, നല്ല ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ അവര്, അല്ലെ, ഏൺ ചെയ്തെടുക്കുന്നത് കാണാം. സോ ഈ ലീഡേഴ്സിന്റെ പവർ, അല്ലെ, അവരോടുള്ള റെസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിലും ചില യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവും. ഓക്കെ, നല്ല കഴിവുള്ള, അല്ലെ, ബാർഗെയിൻ ചെയ്യാനുള്ള ശേഷിയുള്ള, സത്യത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു
മനോഭാവത്തിന്റെ പേരിൽ മെമ്പർഷിപ്പ് എടുക്കും. നമുക്ക് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് ക്യാൻ എക്സ്പ്രസ് ദംസെൽസ്. ഓക്കെ, ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഹെഡിങ് നോക്കി പോവാം. ഞാൻ ഓരോന്നും എടുത്ത് വായിച്ച് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് നോക്കാം. ഓക്കെ, വീണ്ടും എന്താണ്, എംപ്ലോയീസിന് അവരുടെ മനോഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ഒക്കെ എന്താണ് തൊഴിലുടമയോട് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നതും ട്രേഡ് യൂണിയനുകളാണ്. ചിലപ്പോൾ നമുക്കറിയാം ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടിയും എബിലിറ്റി അല്ലെ, നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും, കുറച്ചും കൂടിയും തിങ്കിങ് അല്ലെ നോളജ് ഒക്കെ കൂടുതലുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് കുറെ ആശയങ്ങളൊക്കെ പങ്കുവെക്കണമെന്നുണ്ടാവാം അല്ലെ. ഒരുപക്ഷെ അവരൊറ്റയ്ക്ക് ചെന്നുകൊണ്ട് തൊഴിലുടമയോട് ഇന്ന കാര്യങ്ങൾ അല്ലെ അവരുടെ ഡ്യൂട്ടിയിലുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോ എന്താണ് തൊഴിലുടമ അത് ഉൾക്കൊള്ളണമെന്നില്ല. അതേസമയം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർ ആ പ്ലാറ്റ്ഫോമിൽ അല്ലെ ഏതെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ കൃത്യമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അല്ലെ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ തിങ്കിങ്സ് ഒക്കെ നിരത്താനായിട്ടുള്ള ഒരു ചാൻസും കൂടി ഒരുക്കി കൊടുക്കും അല്ലെ. ചില യൂണിയനുകളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ചാൻസുകളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതായത് സ്ട്രോങ് ശക്തി അല്ലെ, ആ ഒരു കമ്പനിയിൽ നല്ല സ്ട്രോങ് ഉള്ള യൂണിയൻസിന് മാത്രമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ അല്ലെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ അത് മനസ്സിലാക്കിയിട്ട് ആ യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവര് തയ്യാറാണ്. ഓക്കെ, എംപ്ലോയി ക്യാൻ എക്സ്പ്രസ് ദംസെൽസ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടെങ്കിൽ തന്നെ അവര് എംപ്ലോയീസ് ചൂസ് ചെയ്യും നമ്മൾ ഏത് തരത്തിലുള്ള യൂണിയനിലാണ് മെമ്പർഷിപ്പ് എടുക്കണേ എന്നുള്ളത്. വളണ്ടറി അവർക്ക് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാം. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് ആ എംപ്ലോയീസിന് ലഭ്യമാകും. ലാസ്റ്റ് പോയിന്റ്, ബെറ്റർ എംപ്ലോയി എംപ്ലോയർ റിലേഷൻസ്. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? അതായത് നല്ലൊരു ബന്ധം അല്ലെ, തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല ബന്ധം. നമുക്കറിയാം നല്ലൊരു ചർച്ചകളും അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് യൂണിയന്റെ കൂടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സംഘടിപ്പിക്കുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും തൊഴിലുടമയായിട്ടും തൊഴിലാളികളായിട്ടും അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഇതുകൊണ്ട് സാധ്യമാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് ഏതെങ്കിലും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മള് പറഞ്ഞു വന്നത് എവിടെയാണ്, നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രോസസ്സിൽ പറഞ്ഞു വന്നതാണ്. വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാകാം എന്നുള്ളതൊക്കെ ആ യൂണിയനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഏതൊക്കെ റീസൺ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാവുമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി മറക്കോ? പോയിന്റ്സ് ഒക്കെ ഓക്കെ ഇല്ലേ? ഓർമ്മയിലില്ലേ? ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് വീണ്ടും പോകാം. നമ്മുടെ താഴത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് കുറച്ചും കൂടി തീർക്കാനുണ്ട്. അത് കുറച്ചെങ്കിലും തീർത്തിരിക്കാം. ഓക്കെ, നമ്മളപ്പോ ആ യൂണിയന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. വീണ്ടും നമുക്ക് നോക്കാനുള്ളത് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അല്ലെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സ് നടപ്പാക്കുമ്പോൾ അതിന്റെ ആ ഒരു അല്ലെ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് അതിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, ഒരു നെഗോഷിയേഷൻ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് അല്ലെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.
ചിലപ്പോൾ നമുക്കറിയാം സർവേ ബേസ് ചെയ്ത കാര്യമായിരിക്കാം, വർക്കിംഗ് കണ്ടീഷൻ ബേസ് ചെയ്ത കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ അവരുടെ പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്, അവരുടെ തിങ്കിങ് തോട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എനിവേ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അത് ചർച്ച വേണം എന്നുള്ളത് അല്ലെ അവിടെ പ്രിപ്പയർ ചെയ്യണം, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ച വേണം എന്നുള്ളതാണ് ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത്. ദെൻ ബാർഗെയിനിങ് ഇഷ്യൂസ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലെ, ബാർഗെയിനിങ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ബാർഗെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ വിലപേശുന്നത്, അതായത് തൊഴിലുടമയിൽ നിന്ന് നേടേണ്ട കാര്യങ്ങളാണെങ്കിൽ അവരെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യും. ദെൻ ആ ചർച്ചയില് അല്ലെ നെഗോഷിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ഈ ബാർഗെയിനിങ് ഇഷ്യൂസ് ഒക്കെ നിരത്തി വെക്കുന്നത് അല്ലെ. നമ്മളിപ്പോ തൊഴിലുടമ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഉദ്ദേശിക്കുന്ന ആശയം അത് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം നമുക്കറിയാം ആ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം അല്ലെ, ഒരു ചർച്ച സംഘടിപ്പിക്കണം. ആ ഡേറ്റിന് അനുസരിച്ചിട്ട് നമുക്കറിയാം ആരൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് ഒരു തൊഴിലുടമയോ അല്ലെങ്കിൽ തൊഴിലുടമയെ റെപ്രസെന്റ് ചെയ്ത് മാനേജ്മെന്റ് അംഗങ്ങളോ അല്ലെങ്കിൽ എന്താണ് കേസ് എംപ്ലോയീസ് അല്ലെ, എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഫേസ് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ തീർച്ചയായിട്ടും അതിൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ലെ നെഗോഷിയേഷൻ അവിടെ സംഘടിപ്പിക്കുന്നു. നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺ കേസ് ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം ചിലപ്പോൾ അത് ചർച്ച എന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാ തോന്നുന്നത് ഇല്ലേ, പറഞ്ഞായിരുന്നോ? ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തില്ലേ? ഓർക്കുന്നില്ല അല്ലെ. ചിലപ്പോ കുറച്ച് ദിവസത്തെ ബ്രേക്ക് വന്നത് കൊണ്ട് മറന്നുപോയി കാണും. അപ്പൊ അവിടെ എന്താണ് നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചിലപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോയി കാണുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വീണ്ടും ചർച്ചയ്ക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഓവർകമ്മിങ് ബ്രേക്ക് ഡൗൺസ്, അത് മാറിക്കിടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു സമയമൊക്കെ ഫിക്സ് ചെയ്യും. റീച്ചിങ് ദ എഗ്രിമെന്റ്, അവസാനം നമുക്കറിയാം അവിടെ ആ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഓവർകം ചെയ്തിട്ട് വീണ്ടും ഒരു നെഗോഷിയേഷൻ വെച്ച് അവിടെ ഒരു ഫൈനലൈസേഷനിൽ അതായത് ഒരു എഗ്രിമെന്റിലേക്ക് എത്തും. ചർച്ച ബ്രേക്ക് ഡൗൺ ഒന്നും അല്ലെങ്കിൽ ആ ചർച്ചയിൽ തന്നെ തീരുമാനങ്ങൾ എടുത്ത് എന്താണ് അവിടെ എഗ്രിമെന്റിലേക്ക് എത്തിപ്പോകും. അതല്ല ചർച്ചയിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായെങ്കിൽ ആ ബ്രേക്ക് ഡൗൺ മാറി നമ്മൾ ഒരു ചർച്ചയിലേക്ക് എത്തിപ്പെടുന്നു. ദെൻ അതിനുശേഷം നമുക്കറിയാം ആ ചർച്ചയ്ക്ക് അനുസൃതമായിട്ടൊരു എഗ്രിമെന്റ് അല്ലെ, തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അനുകൂലമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതനുസരിച്ചിട്ട് നമുക്കറിയാം റാറ്റിഫൈ ദ എഗ്രിമെന്റ് അല്ലെ. അവിടെ വീണ്ടും അത് നമ്മളിങ്ങനെ എന്താണ് ശരിയാണോ ഇത് നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ് അവസാനം നമുക്കറിയാം അത് ഓക്കെ ഫൈനലൈസേഷൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നമുക്കറിയാം ഒരു ഡെസിഷൻ ഒക്കെ ആയിട്ട് തീരുമാനങ്ങളൊക്കെ ആയിട്ട് അവിടെ നടപ്പാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ചർച്ച എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലെ. ചർച്ചയിൽ ഇന്ന ഡേറ്റ് തീരുമാനിച്ച് ഇന്ന പേഴ്സൺസ് ഒക്കെ പങ്കെടുക്കണമെന്നുണ്ടാകും. ചർച്ചയിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കും. തന്നെ ഇരുകൂട്ടരുടെയും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും. അവസാനം ചർച്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തും. ഇൻ കേസ് ചിലപ്പോൾ ചർച്ചകൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല അല്ലെ, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ ചർച്ച പിരിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ഒക്കെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും ചർച്ച സംഘടിപ്പിക്കാം. അവസാനം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടും. അത് ഒന്നും കൂടി ചെക്ക് ചെയ്യും, ഓക്കെ ഇതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് അതിനുശേഷം നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അത് തീരുമാനമായിട്ട് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലേ ശരിക്കും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കേണ്ടാവുന്ന പ്രവർത്തനങ്ങള് അല്ലേ? ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴുണ്ടാവുന്ന കാര്യം അതല്ലേ ആണോ? ഓക്കെ, അപ്പോ ഈ ഒരു ഫാക്ടറിനെ കുറിച്ചിട്ട് വീണ്ടും ഇവിടെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. The second environmental factor is the type of union management relationship. നമ്മൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞില്ല. ഫസ്റ്റ് വൺ പറഞ്ഞു ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ പറഞ്ഞ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യണം. ദ റിലേഷൻഷിപ്പ് മേ ബി മാർക്ക്ഡ് ബൈ എ ഫീലിംഗ് ഓഫ് കോർപ്പറേഷൻ, അതായത് ചിലപ്പോൾ സഹകരണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സഹകരണത്തോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ഓൺലി പോസിബിൾ അണ്ടർ കോർപ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്. നോൺ കോർപ്പറേഷൻ സ്റ്റൈലിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചർച്ച അലസി പോകാനായിട്ടുള്ള സാധ്യതയാണ്.
അതേസമയം സഹകരണത്തോട് കൂടിയിരിക്കും അല്ലെ, അവരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കറിയാം അതൊരു കോപ്പറേറ്റീവ് സ്റ്റൈലിലാണ്. എന്ന് വെച്ചാൽ സഹകരണത്തിന്റെ മനോഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇരുകൂട്ടരും നമുക്കറിയാം തൊഴിലാളികൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതേപാട് തന്നെ തൊഴിലുടമ അത് കേൾക്കണമെന്നില്ല. കാരണം അവര് എപ്പോഴും തൊഴിലാളികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടത്തുന്നത് അല്ലെ. അത് അതിന്റെ റിസ്ക് മുഴുവൻ വഹിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ തൊഴിലുടമ തയ്യാറാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരും അവരുടേതായിട്ടുള്ള മെത്തേഡ്സ് അവിടെ അല്ലെ കൃത്യമായിട്ട് തന്നെ അവിടെ ഇരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഇത്രയും എമൗണ്ട് നമ്മള് ഫണ്ട് ഇറക്കിയിട്ട് ഇത്രയും നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്, ഇത്ര റിസ്കുകൾ അല്ലെങ്കിൽ ഇത്രയും ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തു, ഇത്രയും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി, പക്ഷെ അതിൽ നിന്നൊന്നും വിജയം കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ തൊഴിലുടമയും അവിടെ വരുത്തും. അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളിൽ എവിടെയെങ്കിലൊക്കെ കുറേശ്ശെ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമാണ്, ഒരു കോർപ്പറേറ്റീവ് സ്റ്റൈലിലാണെങ്കിൽ മാത്രമാണ് അവിടെ ചർച്ചകൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുക. A non-cooperative approach hinders the process. ഓക്കെ, അപ്പൊ ഒരിക്കലും എന്താണ് സഹകരണമില്ലാത്ത അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് അല്ലെ ആ ഒരു ചർച്ച ഇല്ലാതെ അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താത്ത അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് അല്ലെ ചർച്ചനെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് നോൺ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ചർച്ചയെ തടസ്സപ്പെടുത്തി കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ആ മീനിങ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെ ഇവിടെ പറയുന്നുണ്ട് നോൺ കോർപ്പറേറ്റീവ് അപ്രോച്ച് ഹിൻഡേഴ്സ് ദ പ്രോസസ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുന്നു, പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന അപ്രോച്ചാണ് എന്ത് അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് നോൺ കോർപ്പറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. സഹകരണമില്ലാത്ത സമീപനം എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. The complete process of a collective bargaining is explained below. നമ്മൾ കണ്ട കാര്യമൊക്കെ തന്നെയാണ് അതിൽ, പക്ഷെ വിവരിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആ ഹെഡിങ്സ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താണ് ഈ കൊടുത്തിരിക്കുന്ന ചാർട്ട് എന്നുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പം അതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. Okay, preparing for negotiation, it is essential for the employers and the employees to prepare a advance for the negotiation, since a variety of topics and complex issues are discussed during the process. Okay, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തൊഴിലുടമയെ സംബന്ധിച്ചാണെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചാണെങ്കിലും നമുക്കറിയാം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോഴോ ഒരുപാട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അക്കമിട്ട് എഴുതി നോട്ട് ചെയ്ത് വെക്കും അല്ലെ, വെക്കില്ലേ? അതിന് അല്ലെ കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് തന്നെ മീറ്റിംഗിൽ എന്തൊക്കെ അവതരിപ്പിക്കണം എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് അല്ലെ ഓരോ തൊഴിലാളികളിൽ നിന്നും അവരുദ്ദേശിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. തൊഴിലുടമയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ഇഷ്യൂസുകളും അവര് നോട്ട് ചെയ്ത് വെക്കും അല്ലെ. കേസ് തൊഴിലാളികൾ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവരും അവർക്കുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകളൊക്കെ അവര് നോട്ട് ചെയ്ത് വെക്കും. സാധ്യതയില്ലേ? തൊഴിലാളി പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിലുടമയെ റെപ്രസെന്റ് ചെയ്യുന്ന മാനേജ്മെന്റ് മിണ്ടാതിരിക്കുവോ? ചാൻസ് ഉണ്ടാ? അങ്ങനെ ചാൻസ് ഉണ്ടാവുമോ? മീറ്റിംഗിലൊക്കെ പറയുമ്പോൾ ഇൻചാർജ് അല്ലെ അതിന് പ്രാധാന്യമുള്ള അറിയിക്കുന്ന വ്യക്തികൾ അതിനു വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും അല്ലെ. ആ ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ പറയുന്നത്. Variety of topics and complex issues are discussed during the process. Representing a methodical and accurate case to both sides can be termed as effective bargaining. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് സൈഡിൽ നിന്നും നമുക്കറിയാം എഫക്റ്റീവ് ആയിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ തന്നെ അവര് പറഞ്ഞു. ഒരാള് ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ സർവേ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവരിപ്പോ ഞങ്ങൾ സ്റ്റാർട്ടിങ് സാലറി ഇത്രയായിരുന്നു, അപ്പൊ ഇത്രയും വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ട് സാലറിയിൽ ഇത്രയും ഇൻക്രിമെന്റ് ആണ് വരുത്തിയിരിക്കുന്നത്
അല്ലെ, ഇൻ കേസ് അവേഴ്സ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും അല്ലെ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടും അഡീഷണൽ സാലറി ഒന്നും ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നിട്ടുള്ളൂ, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെയാണ് അല്ലെ, അതല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലേ? അതിനുള്ള സാധ്യതകൾ ഉണ്ടാവില്ലേ? അറിയേ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും എന്താണ് എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരു കൂട്ടരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ അവിടെ നടത്തിയിരിക്കും. അപ്പൊ തൊഴിലാളി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അവിടെ തൊഴിലുടമ അപ്പൊ തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കും അല്ലെ. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളരെ ഇത്രയും എഗ്രിമെന്റിന്റെ ബേസിലാണ് നമുക്ക് ജോലി പ്രവേശിച്ചിരിക്കുന്നത് അല്ലെ, ഇന്ന എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന സാലറി തരുന്നുണ്ട്, എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇത്രയും ഇൻക്രിമെന്റ് വരുത്തിയിട്ടുണ്ട്, അങ്ങനെ അല്ലെ. ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഓക്കെ ഇത്രയും കണ്ടീഷൻസ് ഇത്രയും എയർ കണ്ടീഷൻസും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസാർഡ്സ് നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നിങ്ങളുടെ ഡ്യൂട്ടിക്ക് വരുന്നത് അല്ലെ. അവരുടേതായിട്ടുള്ള നിലപാടുകൾ കൃത്യമായിട്ട് തന്നെ അവിടെ പങ്കുവെക്കും. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാർഗൈനിങ് എന്ന് പറയുന്നത് ഇരുകൂട്ടരും തയ്യാറെടുക്കണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. From the management side, the negotiators are required to. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഒരു നെഗോഷിയേറ്റ് അല്ലെ ഒരു ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് നോക്കാം. First one, make definite proposals in response to change in the contract language. Okay. അവിടെ കൃത്യമായിട്ട് പറയാണ് അല്ലെ, എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും എന്താണ് അവര് കൃത്യമായിട്ട് തന്നെ അല്ലെ മാറ്റങ്ങള് കൃത്യമായിട്ടുള്ള മാറ്റങ്ങളുള്ള അത് നിർവചിച്ച് തന്നെ കൊടുക്കും അല്ലെ, കൃത്യമായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ അവര് കാണിച്ചു കൊടുക്കും എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇൻ കേസ് ഡെഫിനറ്റ് ആയിട്ടുള്ള അല്ലെ നമ്മളുടെ കരാർ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അവര് കൃത്യമായിട്ട് തന്നെ അത് വിവരിച്ചു കൊടുക്കും അല്ലെ. അതിനനുസരിച്ചിട്ട് ഇൻ കേസ് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്തെങ്കിലും ബാർഗൈൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, അവരുടെ എഗ്രിമെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് കൃത്യമായ ലാംഗ്വേജിൽ തന്നെ അവർക്ക് വിവരിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ ബ്രോഡ് റേഞ്ച് ഓഫ് മോണിറ്ററി പാക്കേജ് ടു പ്രൊപ്പോസ്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, അപ്പൊ അതായത് ഒരു വിശാലമായ രീതിയിൽ എന്തെങ്കിലും മോണിറ്ററി പാക്കേജുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ കാണാം അല്ലെ, ഇത്രയും നീക്കിയിരിപ്പ് നടത്തി, അത്രയും നീക്കിയിരിപ്പ് നടത്തി, ഞങ്ങൾ ഇങ്ങനെ നീക്കി വെച്ചു അല്ലെ, അങ്ങനെയാണ് കുറെ വലിയ വാഗ്ദാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തന്നെ മോണിറ്ററി പാക്കേജുകളൊക്കെ കമ്പനി കൊടുക്കുന്ന മോണിറ്ററി പാക്കേജുകളൊക്കെ കുറിച്ചിട്ട് അല്ലെ, സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്ററി പാക്കേജ് സംബന്ധമായിട്ടുള്ള ഈ അല്ലെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കും. Then provide a supportive data and statistical tools during the negotiation purpose. മാനേജ്മെന്റ് കൃത്യമായിട്ട് നമുക്കറിയാം ഈ നെഗോഷിയേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അല്ലെ സ്ഥിതിവിവര കണക്കുകൾ. നമുക്കറിയാം ഡ്യൂട്ടിക്ക് ചേർന്ന ടൈം മുതലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ക്വാളിഫിക്കേഷനും അവരുടെ ഓരോ ടൈമിലുള്ള വർക്കിങ്ങും അല്ലെ അവരെ വർക്ക് ചെയ്ത സമയക്രമവും എല്ലാം തന്നെ അല്ലെ. ഒരു കാര്യമാണെങ്കിലും ഏതൊരു എംപ്ലോയി ആണെങ്കിലും ആ എംപ്ലോയി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എപ്പോഴാണ് അത് ക്ലോസ് ചെയ്ത് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ എപ്പോഴാണ് അവർ ക്ലോസ് ചെയ്ത് പോകുന്നത് അല്ലെ, അവർ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ കേസ് അവര് ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ അവിടെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് മെയിൻറ്റെയിനിങ് ബാർഗൈനിങ് ബുക്ക് ടു എയ്ഡ് കമ്പനി നെഗോഷിയേഷൻസ്. നമുക്കറിയാം ബാർഗൈനിങ് ചെയ്യാനായിട്ടുള്ള ബുക്ക് അല്ലെ ഇവിടെ ചർച്ചകളിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നടത്തിയിട്ടുണ്ടാവാം. Then consisting of a collected information on issues for discussions and an analysis of the effect of each case. Then usage in other companies and other facts. ഓക്കെ, അപ്പൊ ആ ബുക്കിലാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഇൻഫോർമേഷൻസ് അല്ലെ തീരുമാനങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോർമേഷൻസ് അതിനകത്ത് ഉണ്ടാവും. ദെൻ അതേപോലെ തന്നെ ഓരോ കേസിനും എടുക്കുന്ന വിലയിരുത്തലുകൾ അല്ലെ, ഇന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു, ഇന്ന എംപ്ലോയിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ അവര്
ഇൻഫോർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യും. then അതേമാതിരി തന്നെ മറ്റ് കമ്പനികളിൽ നിന്ന് അല്ലെ അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അവരെ നിരത്താനായിട്ട് അല്ലെ ഇന്ന കമ്പനികൾ ഇന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, നമ്മൾ അധികമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു അങ്ങനെ അല്ലെ. തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്ത് ന്യായീകരണം അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു എവിഡൻസുകളൊക്കെ ഫലപ്രദമായിട്ട് തന്നെ എന്താണ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവര് എടുത്തിരിക്കും. ഓക്കെ, ശരിയല്ലേ? എന്താ പറയാ, എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടായിരിക്കും ചർച്ചയ്ക്ക് വരുന്നത്, ആണോ? വെറുതെ ഒരു ചർച്ചയ്ക്ക് വരുമോ? അല്ല അല്ലെ, അവര് ചർച്ചയ്ക്ക് വേണ്ടിക്ക് മുമ്പ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എടുക്കിയിട്ടായിരിക്കും അവര് ചർച്ചയ്ക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ മാറിപ്പോവാതിരിക്കാനായിട്ട് എംബ്രോയിഡിങ് ബേസ് ആയിട്ടുള്ള കാര്യമുണ്ട്. സോ ഒന്ന് മാറിപ്പോവാതിരിക്കാനായിട്ട് എംബ്രോയിഡറിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, മനസ്സിൽ തന്നെ ഉറപ്പിച്ചു പോവുക. ഓക്കെ, എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോക്കിയോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കപ്പോ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എന്താണെന്നുള്ള കാര്യം കൂടി നോക്കാം. From the employees side, the following information should be collected by the union. Okay, യൂണിയൻ നേതാക്കള എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നോക്കാം. തീർച്ചയായിട്ടും എന്താണ് യൂണിയനുകൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണമെങ്കിൽ അവരെന്താണ് കുറച്ച് എവിഡൻസുകളൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടോ. The financial conditions of the company, കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയാണ് അല്ലെ, അതേമാതിരി തന്നെ സ്റ്റാറ്റസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ടു പേ, അവിടെ മൂലധനവും കടങ്ങളും കടബാധ്യതകളും അല്ലെ, ഇൻ കേസ് അവർക്ക് പേ ചെയ്യാനായിട്ടുള്ള ഇന്ന രീതിയിൽ ഇൻസെന്റീവ്സുകൾ കൊടുക്കാൻ ശേഷിയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖകൾ അവരെ കളക്ട് ചെയ്യും. Then next നോക്കുകയാണെങ്കിൽ the standard taken by the management on various problems as indicated or indirectly concluded from negotiations in similar companies. ഓക്കെ, ഇതേമാതിരി തന്നെ കമ്പനികളിൽ അല്ലെ വർക്ക് ചെയ്യുന്നവര് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയാണ് അവരത് ഡീൽ ചെയ്തത്. അപ്പൊ ഇൻ കേസ് ഓവർ ടൈം ഡ്യൂട്ടി ഒക്കെ ചെയ്തപ്പോൾ ആ കമ്പനികളൊക്കെ എങ്ങനെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസുകൾ വരുമ്പോൾ ആ കമ്പനി സ്വീകരിച്ച രീതി അല്ലെ, അതനുസരിച്ചിട്ട് നമ്മുടെ കമ്പനി അറ്റ്ലീസ്റ്റ് അതെങ്കിലും വെച്ചിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യത അല്ലെ, അതിനനുസരിച്ചുള്ള യൂണിയനുകൾ അതിനനുസരിച്ചുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യും. നോക്കാം എന്താണ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി, that is the status of assets and liabilities and its capacity to pay. അതായത് ഓർഗനൈസേഷന് എത്രത്തോളം സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു.
Then second, the stand taken by management on various problems as indicated or indirectly concluded from negotiations in similar companies. Okay, ഇതേപോലെയുള്ള ഇതേപോലെയുള്ള കമ്പനികൾ ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രോബ്ലംസുകളൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് വരുമ്പോൾ അവർ എങ്ങനെയാണ് ഇനിഷ്യേറ്റീവായിട്ട് എടുത്തത് അല്ലെ, അവർ മുൻകൈ എടുത്തത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തെളിവുകൾ. Third point നോക്കുകയാണെങ്കിൽ the requirements of the employees and their views towards it. എംപ്ലോയിയുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണ് അല്ലെ. തൊഴിലാളികൾക്ക് നമുക്കറിയാം അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ അവർ വ്യക്തമാണ് അല്ലെ. നമുക്ക് ഇത്രയും സാധ്യത തരുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇത്രയും അവരുടെ കപ്പാസിറ്റിക്ക് ഉയർന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇത് ചെയ്യാം അല്ലെ. അങ്ങനെ നല്ല സൗകര്യങ്ങൾ വേണമെങ്കിൽ നമുക്കറിയാം എയർ കണ്ടീഷൻ ആക്കാം അല്ലെ, അവർക്ക് മറ്റേതെങ്കിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാം. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ടാവാം. സോ അതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. The negotiators have to be chosen from both sides and select an appropriate site for negotiation. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികൾ അല്ലെ, തൊഴിലാളികള് തീർച്ചയായിട്ടും വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് തൊഴിലുടമയെക്കാളത്തിന് ബിസിയാണ്. കാരണം തൊഴിലുടമയ്ക്ക് എന്താണ്, ഇൻ കേസ് ഒരു ദിവസം മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ മതിയാവും അല്ലെ. ഇൻ കേസ് അവർക്ക് ഡ്യൂട്ടി ഇല്ലാന്നല്ല, പക്ഷെ അതേസമയം തൊഴിലാളികളുടെ ഡ്യൂട്ടി കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ സാലറി ഇത് ബാധിക്കും. സോ എന്താണ് തൊഴിലാളികളുടെ സമയക്രമം അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അങ്ങനെയൊക്കെ അവര് ആ ഒരു നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെ, തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമയക്രമത്തിലാണ് ചർച്ചകൾ സംഘടിപ്പിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും യൂണിയൻ നേതാക്കൾ കളക്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതാണ് ഒരു നെഗോഷിയേഷൻ നടന്നതിന് മുമ്പ് തന്നെ തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ മാനേജ്മെന്റ് ചില കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം യൂണിയൻ നേതാക്കളും കളക്ട് ചെയ്യും. എങ്കിലാണ് ആ നെഗോഷിയേഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ, ചർച്ചകൾ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇരു കൂട്ടർക്കും വാദപ്രതിവാദങ്ങൾ നടപ്പാക്കി ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. ഇവിടെ എപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടോ, മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? എംപ്ലോയർക്ക് വേണ്ടി. യൂണിയനുകൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? എംപ്ലോയിക്ക്. അത് മാറിപ്പോകരുത്. അപ്പൊ ഇരു കൂട്ടറിലും വരാവുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. എംപ്ലോയറുടെ സൈഡിൽ ഒക്കെയാണോ? ട്രേഡ് യൂണിയനിലെ റിവൈസ് ചെയ്ത കാര്യങ്ങളൊന്ന് ചോദിച്ചു വരട്ടെ. നമുക്ക് അടുത്ത പോയിന്റ്സ് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതായിട്ട് ട്രേഡ് യൂണിയൻ ആരൊക്കെ റിവൈസ് ചെയ്തു? ആരെങ്കിലും റിവൈസ് ചെയ്തോ? അയച്ചെങ്കിലും നോക്കിയായിരുന്നോ? സമയം കിട്ടിക്കാണില്ല അല്ലെ. ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇല്ല, വായിച്ചില്ല അല്ലെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസും ന്യൂ ഇയറും വെക്കേഷൻ കിഡ്സ് ഉണ്ട്. അതെ, വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റാതിരുന്നത്. കാരണം കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വീടുകളിൽ അല്ലെ നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എനിവേ നിങ്ങൾ അല്ലെ അധികം നമുക്ക് പഠിപ്പിക്കാനില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കുറച്ച് ഭാഗം എടുക്കാനുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗമെങ്കിലും റിവൈസ് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും കുറച്ച് ഭാഗം റിവൈസ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കും. ഞാൻ ഇടയ്ക്കുന്നിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെ, ഒരു നോക്കാനായിട്ട് ഇടയ്ക്കുന്നുള്ള ഇതിനേക്കാളും ബെറ്റർ ചിലപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ റിവൈസ് ചെയ്യാനായിരിക്കും താല്പര്യം, അല്ലെ. അങ്ങനെയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് റിവൈസ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കാം. കുറച്ചെങ്കിലും റിവൈസ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ക്ലാസ്സും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കുറച്ച് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? കുറച്ച് റിവൈസ് ചെയ്ത് വരുമോ? എല്ലാവരും റിവൈസ് ചെയ്ത് തന്നെ വരണം. സമയത്തിന് കയറാനും ശ്രമിക്കാം. കുറച്ച് ക്ലാസ്സും കൂടി ഒക്കെയല്ലേ ഉള്ളൂ നമുക്ക്. അധികം എന്തായാലും ക്ലാസ്സുകൾ ഉണ്ടാവില്ല, അല്ലെ. കൂടി വന്ന 1-2 ആഴ്ചയൊക്കെ ഉള്ളൂ, അല്ലെ. നെക്സ്റ്റ് 2-2 കൊണ്ട് നമ്മുടെ ക്ലാസ് കഴിയും. സോ ഈ 2 ആഴ്ചയെങ്കിലും നിങ്ങൾ എന്താ പറയുക ടീച്ചേഴ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ബേർഡൻ ഇല്ലാതെ തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ട്രൈ ചെയ്യാം. നിങ്ങൾ ശരിയാണ്, കുട്ടികളുടെയൊക്കെ തിരക്കുണ്ടാവുമായിരിക്കാം. എങ്കിലും പരമാവധി ഒന്ന് ശ്രമിക്കാം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ക്ലാസ് ചെയ്യും. ഒരാൾ മാത്രം ഓക്കെ പറഞ്ഞോളൂ, ബാക്കി എല്ലാവരും തയ്യാറാവില്ലേ? എല്ലാവരും തന്നെ ശ്രമിച്ചു വരിക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയാ മെസ്സേജെങ്കിലും അയച്ച് നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്ത്. ഓക്കെ, മൺഡേ തുടങ്ങി എനിക്ക് റെഡിയാവും. എല്ലാവരും ക്ലാസ്സുകളിലൊക്കെ പോയി തുടങ്ങും, കുട്ടീസുകളൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സൊക്കെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഒന്നിച്ച് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, എനിവേ എന്തായാലും നെക്സ്റ്റ് ഡേ വരുമ്പോഴേക്കും റിവൈസ് ചെയ്ത് വരിക. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ. മറ്റേ ചാപ്റ്റർ എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഒരു അല്ലെ ഒരു വട്ടം നമ്മൾ റിവൈസ് ചെയ്ത് പോയതാണ്, എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. സോ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഓക്കെ ഓക്കെ, ഇന്ന് അടുത്തത് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.